സ്വാശ്രയ സമരം പരിഹാരമോ എന്നാണ് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. ശ്രീ ഷാജിർ ഖാൻ, സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ ചർച്ച കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവർക്കൊക്കെ നമുക്കറിയാം, കേരളത്തിൽ പൊതുവെ മെഡിക്കൽ വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവർ തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് 2 സ്വാശ്രയ സ്ഥാപനങ്ങൾ ഒരു സർക്കാർ സ്ഥാപനത്തിന് സമം എന്ന തരത്തിൽ ആരംഭിച്ച ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ സമര കോലാഹലങ്ങൾ, ഏറ്റവും ഒടുവിൽ LDF സർക്കാർ സ്വാശ്രയ കരാറിൽ അടക്കം ഇടപെടുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാകുന്നു ഇവിടെ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 20% കുട്ടികൾക്ക് 25,000 രൂപ ഫീസിൽ പഠിക്കാൻ സാധിക്കുന്നു. ആ സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്നാൽ അതിനർത്ഥം കൂടുതൽ കുട്ടികൾക്ക് 25,000 രൂപ ഫീസ് നൽകിക്കൊണ്ട് പഠിക്കാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കരാറിലൂടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആദ്യമേ തന്നെ ശ്രീമതി വീണ ജോർജിനെ ഒരു ആങ്കർ എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇതുവരെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു എതിർപക്ഷത്ത്, രാഷ്ട്രീയ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും LDF ഗവൺമെൻറ്റിൻ്റെ ഈ സ്വാശ്രയ കരാറിനെ ന്യായീകരിക്കുവാനുള്ള യാതൊരു താത്വികമായ അടിസ്ഥാനങ്ങളുമില്ല എന്ന കാര്യം ആദ്യമേ പറയേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു ശ്രീമതി വീണ ജോർജിനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ കരാറിനെ ന്യായീകരിക്കുന്നു. പക്ഷേ നമുക്ക് നിഷ്പക്ഷമായി ഈ കരാറിനെ പരിശോധിച്ചാൽ, ഈ കരാറെന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കരാറും മാനേജ്മെൻറ്റുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ അധികമായി കൊള്ളയടിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നതാണ് എന്ന് ഈ കേരളത്തിലെ എല്ലാ ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ കരാറാകട്ടെ കുറച്ച് പേർക്ക് 20% പേർക്ക് 25,000 രൂപയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ, എന്നാൽ പിന്നെ ഈ സ്വാശ്രയ വിദ്യാഭ്യാസം വേണ്ടല്ലോ. മെഡിക്കൽ രംഗത്ത് 80% സീറ്റുകളിലും ഈ പറയുന്ന രൂപത്തിൽ മെഡിക്കൽ മാനേജ്മെൻറ്റുകൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നതല്ലേ പ്രശ്നം. അവിടെ ഈ മെറിറ്റ് എന്ന് പറയുന്ന സീറ്റിൽ വാസ്തവത്തിൽ 50% സീറ്റ് മെറിറ്റായിട്ട് വരേണ്ടതല്ലേ, അതിൽ 20% അല്ലല്ലോ മെറിറ്റ് എന്ന് പറയുന്നത്. ബാക്കി 30%മോ? ആ 30%ത്തെ നമുക്ക് ഈ കണക്ക് പ്രകാരം മെറിറ്റ് എന്നുള്ള കാറ്റഗറിയിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുക? 1,80,000 എന്നുള്ളത് 2.5 ലക്ഷം രൂപയാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണത് മെറിറ്റ് ആവുക? അപ്പോൾ അങ്ങനെ ഈ 10% എന്നുള്ളത് 35% വർധനവാണ് ഇപ്പോൾ LDF ഗവൺമെൻറ് വരുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണോ? എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അത് 2 ഇരട്ടിയാണ്. ഈ സാധാരണ വർധനവിൽ തന്നെ ഈ 10% വർധനവ് തന്നെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമല്ല. 1% വർധനവ് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഫീസ് വർധനവ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഫീസ് സ്ട്രക്ചർ തന്നെ എത്ര വലിയ കൊള്ളയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ മാനേജ്മെൻറ്റുകൾക്ക് ഈ അധ്യയന വർഷം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ പ്രകാരം എത്ര കോടിയുടെ അധിക ലാഭമാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനെടുത്ത കണക്ക് പ്രകാരം എനിക്ക് പറയാൻ പറ്റും 16 കോടി രൂപയുടെ അധിക ലാഭമാണ് മാനേജ്മെൻറ്റുകൾക്ക് എല്ലാ കോളേജുകൾക്കുമായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ 13 കോളേജുകൾ എന്നുള്ളത് 20 കോളേജുകൾ കരാറിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മാനേജ്മെൻറ്റുകളുടെ താല്പര്യമാണ്. മാനേജ്മെൻറ്റുകൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ഉയർന്ന ഫീസിൽ ഒരു കരാർ ഉണ്ടാകുമ്പോൾ അത്രയും ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് അവർ ഒപ്പിടുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ മറുവശത്തെ ലോജിക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അല്ലാതെ 25,000 രൂപയ്ക്ക് 5-6 കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരം അവർക്ക് കൈവന്നു അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടുന്നു എന്നുള്ളതല്ലല്ലോ, നേരെ തിരിച്ചല്ലേ. അപ്പോൾ 8 ലക്ഷം രൂപ 11 ലക്ഷം രൂപയായി മാറുന്നത് എന്ത് നീതിയാണ്? 11 ലക്ഷം രൂപ 14 ലക്ഷം രൂപയാകുന്നത് എന്ത് നീതിയാണ്? 6 ലക്ഷം രൂപ 10 ലക്ഷം രൂപയാക്കി ഗവൺമെൻറ് കൺട്രോളിലുള്ള കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജ് കേരള ഗവൺമെൻറ്, ബാക്കിയെല്ലാം സ്വാശ്രയമാണെന്ന് പറയാം. പക്ഷേ പരിയാരം മെഡിക്കൽ കോളേജ് 1993 ഞങ്ങൾ സമരം ചെയ്ത, ഞാനും ആ സമരത്തിലുണ്ടായിരുന്നു. AIDSOയും AISFും SFIയും ഉൾപ്പെടുന്ന ഒരു സമരത്തിൻ്റെ വേദിയിൽ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് ശ്രീമാൻ K കരുണാകരൻ അന്ന് സ്വകാര്യ ട്രസ്റ്റിന് കീഴിൽ സർക്കാർ ഭൂമി ഉപയോഗിച്ച് ഒരു സ്വകാര്യ സ്വാശ്രയ കോളേജ് ആരംഭിച്ചപ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് അത് ഗവൺമെൻറ് സെക്ടറിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായി ആ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ 23 വർഷങ്ങൾക്ക് ശേഷം ഇത് 3ാമത്തെ LDF ഗവൺമെൻറ്റാണ്. ഞാൻ UDF ഗവൺമെൻറ്റിനെ മാറ്റിവെക്കുന്നു. പക്ഷേ ഒരു ജനാധിപത്യ സർക്കാർ, ഒരു ഇടതുപക്ഷ സർക്കാർ, ഒരു പുരോഗമന സർക്കാർ, അവരുടെ ബാധ്യത എന്താണ്? അവർക്ക് UDF ഗവൺമെൻറ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ആവർത്തിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് LDF ഗവൺമെൻറ്? LDFും UDFും തമ്മിലുള്ള മൗലികമായ രാഷ്ട്രീയമായ വ്യത്യാസം എവിടെയാണ് കൂടിക്കൊള്ളുന്നത്? കഴിഞ്ഞ തവണ ഇൻ്റർചർച്ച് കൗൺസിലുമായി 3 വർഷത്തേക്കുള്ള കരാർ ഒപ്പിട്ടു ആര്? UDF ഗവൺമെൻറ്. ഒരിക്കലും പാടില്ല, വിദ്യാഭ്യാസ വിരുദ്ധമായ ഒരു കരാറാണത്. പക്ഷേ ആ കരാർ റദ്ദാക്കാനുള്ള മര്യാദ LDF ഗവൺമെൻറ് കാണിക്കണ്ടേ? അപ്പോഴല്ലേ അത് LDF ആകുന്നത്, ഇടതുപക്ഷമാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ഇൻ്റർചർച്ച് കൗൺസിലുമായിട്ടുള്ള കരാറിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ കരാറിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടിയാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇനി കോഴ വാങ്ങാൻ അവസരമില്ല എന്ന് പറഞ്ഞു. എന്ത് വസ്തുതയാണത്? 1300 പരാതികൾ ഇപ്പോൾ ജെയിംസ് കമ്മിറ്റിയുടെ മുമ്പാകെ വന്നതിൽ അതിൽ ഭൂരിപക്ഷവും പിന്നെ പ്രോസ്പെക്ടസിൽ പറഞ്ഞതിനേക്കാൾ
അധികമായ ഫീസ് വാങ്ങിക്കുന്നു. അത് ആ ഫീസ് തന്നെ ലീഗലൈസ്ഡ് ആയിട്ടുള്ള കോഴയാണ്. അപ്പോൾ ലീഗലൈസ്ഡ് ആയിട്ടുള്ള കോഴ ഉയർന്ന ഫീസിലൂടെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത്. അതുകൂടാതെ 1 കോടി രൂപ വാങ്ങിച്ച 3 കോളേജുകളുടെ റിപ്പോർട്ട് ഇന്ന് കേരള കൗമുദി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ റിപ്പോർട്ട് വീണ ജോർജ് വായിച്ചു നോക്കൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 കോളേജുകളിൽ പിന്നെ ഇവർ കൊടുത്തിരിക്കുന്ന കുട്ടികൾ കൊടുത്തിരിക്കുന്ന പരാതി പ്രകാരം 1 കോടി രൂപ വീതം വാങ്ങിച്ചിരിക്കുന്ന ഇതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കോഴ ഏകദേശം 50% സീറ്റുകളിൽ പിന്നെ ഓൺലൈൻ വഴിയും അല്ലാതെയും നടത്തിയിരിക്കുന്ന അഡ്മിഷനിൽ വൻതോതിൽ കോഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോഴ തടയാൻ കഴിഞ്ഞിട്ടില്ല, അവിടെ മെറിറ്റ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവിടെ സാമൂഹ്യ നീതിയില്ല, അവിടെ സംവരണം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇപ്പോൾ ഈ പുതിയ കരാറിലൂടെ വ്യത്യസ്തമായി വന്നിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഒന്നും. ശ്രീമതി വീണ ജോർജ്, അതുകൊണ്ടാണ് ഞാൻ ചർച്ചയ്ക്കിടയിൽ ഇടത് അനുകൂല വിദ്യാർത്ഥി സംഘടനയായ ASFന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം കൂടി കേൾപ്പിച്ചത്. 30% സീറ്റുകളിൽ 2.5 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുന്നു. ഇടതുപക്ഷ സർക്കാരിന് പ്രഖ്യാപിതമായ നയങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ അതേ പ്രവർത്തനങ്ങളെ ആവർത്തിക്കുക എന്നുള്ളതല്ല. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ സർക്കാരാണ് തീരുമാനിച്ചത് സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ 10% വെച്ച് ഓരോ വർഷവും പൂട്ടുക. ഇന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞു അങ്ങനെ പൂട്ടുന്നില്ല, ഇപ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുടരുക തന്നെ ചെയ്യും. എത്രയോ വിഷയങ്ങളിൽ, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം പുനരന്വേഷണം, അത്തരം നിലപാടുകളുണ്ട് ഓരോ സർക്കാരിനും. കഴിഞ്ഞ UDF സർക്കാർ കാലാകാലങ്ങളായി അനുവർത്തിച്ചിരുന്നത് തുടരുന്നു. അവിടെ തന്നെ വർധനവ് വരുത്തുന്നു. 60,000 രൂപയുടേത് 30%-ഓളം കുട്ടികൾ 2.5 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കേണ്ടി വരുമ്പോൾ 20% എന്ന തുച്ഛമായ ഒരു വിഭാഗത്തെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് എങ്ങനെ ഈ നിലപാടുകളെ സ്വാധീകരിക്കാൻ സാധിക്കും? ആദ്യമേ ഈ പറയുന്നതിലെ തെറ്റ് ഞാൻ കാണിക്കട്ടെ. 50% മെറിറ്റ് സീറ്റ്. 50%-ൽ 20% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന BPL വിഭാഗത്തിന് 7%, 13% SC/BC വിഭാഗത്തിന്. അങ്ങനെയാണ് ശ്രീമതി വീണ ജോർജ്, ആ 50%-ൽ 20% 25,000 രൂപ കൊടുക്കണം. സമ്മതിക്കുന്നു, മെറിറ്റ് 50%. ബാക്കി 30% ആളുകൾ എത്ര രൂപ ഫീസ് അടയ്ക്കും? പക്ഷേ അഭിലാഷ്, ഇവിടെ തുടർന്നുകൊണ്ടുവന്നിരുന്ന ധാരണ എന്താണ്? ഓരോ വർഷവും ഈ 30%-ൽ 10% വർധനവുണ്ടാകണം. അത് 1,85,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ ഈ വർഷം കരാർ അടിസ്ഥാനത്തിൽ അത് 2,03,500 രൂപയാകണം. ശ്രീ ഷാജിർ ഖാനും ശ്രീ അഭിലാഷും പറയുന്നത് ഞാൻ ശരിവെക്കുന്നു. UDF സർക്കാർ ചെയ്തത് തുടർന്ന് വരികയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 7-6 കോളേജുകളെ കരാറിന്റെ പരിധിയിൽ കൊണ്ടുവരുമായിരുന്നു. ഇത്രയധികം മെറിറ്റ് സീറ്റുകൾ സാധാരണക്കാരായ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുട്ടികളെ 25,000 രൂപയ്ക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പ്രാപ്തരാക്കുന്ന സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നു. ശ്രീ ഷാജിർ ഖാൻ പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിക്കുകയാണ്. 16 കോടി രൂപ മാനേജ്മെന്റുകൾക്ക് കിട്ടുന്ന സാഹചര്യമല്ല ഉണ്ടാകുന്നത്. 219 വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ ഈ പറയുന്ന 50%-ലെ 30%-ൽ 219 വിദ്യാർത്ഥികളാണ് ഈ പറയുന്ന 2.5 ലക്ഷം രൂപ ഫീസ് കൊടുത്ത് പഠിക്കുന്നത്. അത് കണക്കാക്കിയാൽ 8.5 ലക്ഷം രൂപ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട വിദ്യാർത്ഥികളാണ് ഇവർ. അങ്ങനെ നോക്കിയാൽ 29 കോടി രൂപയിലധികം മാനേജ്മെന്റുകൾക്ക് നഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഒരു സംശയവും വേണ്ട. ഒപ്പം ഷാഫി പറമ്പിൽ MLA കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു എന്നുള്ളതിൽ തർക്കമില്ല. എന്തുകൊണ്ടാണ്? ഞാൻ വരാം. ശ്രീമതി വീണ ജോർജ്, ഷാഫി പറമ്പിൽ MLA, അതായത് ഇടതുപക്ഷത്തിന് കൃത്യമായ ഒരു നിലപാടുണ്ടായെങ്കിൽ ഷാഫി പറമ്പിൽ പറഞ്ഞു, സാർ ഒരു പക്ഷേ 20 കോളേജുകളിലെ ഫീസ് വർധന പിൻവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, പക്ഷേ ഒരു കോളേജിലെ, പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് വർധന വേണമെങ്കിൽ പിൻവലിക്കാം. ആരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോളേജ്? ഇടതുപക്ഷത്തിന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ മക്കളോടാണ് പ്രതിബദ്ധതയെങ്കിൽ എന്തുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് വർധന പിൻവലിക്കുന്നില്ല? വളരെ കൃത്യമായ മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യത്തിന് നൽകിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കഴിഞ്ഞ UDF സർക്കാർ പറഞ്ഞു ഞങ്ങൾ പരിയാരം കോളേജ് ഏറ്റെടുക്കാൻ പോകുന്നു. ഏറ്റെടുത്തോ? ഏറ്റെടുത്തില്ല. എന്നാൽ LDF സർക്കാർ ചെയ്യാൻ പോകുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഏറ്റെടുക്കുമ്പോൾ നിശ്ചയമായും സർക്കാർ നിരക്കിലാണ്, സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ നിരക്കിലായിരിക്കും അവിടുത്തെ ഫീസ്. ഇപ്പോൾ അതൊരു സൊസൈറ്റിയാണ്. അവിടെ ചെലവിനാവശ്യമായിട്ടുള്ള, അതിനാനുപാതികമായിട്ടുള്ള ഫീസ് അവിടെ വാങ്ങിക്കും. അതല്ലാതെ ഈ പറയുന്നത് പോലെയുള്ള ഒരു ആക്ഷേപം പരിഹാരത്തിന്റെ കാര്യത്തിൽ ഉന്നയിക്കേണ്ടതില്ല. ശ്രീ RV രാജേഷ്, ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് ഈ വിഷയത്തിന്റെ ഫാക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ പ്രതിഷേധം ആരംഭിച്ചത് യൂത്ത് കോൺഗ്രസ് ആണ്.
സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസും CR മഹേഷും ചേർന്നുകൊണ്ടാണ് നിരാഹാരം ആരംഭിച്ചത്. ഇന്നലെ ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. VM സുധീരൻ അടക്കമുള്ളവർ സമരപ്പന്തലിൽ എത്തിയപ്പോഴായിരുന്നു ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. പക്ഷേ ഇന്ന് സമരപ്പന്തൽ വിജനമാണ്. MLA-മാരാണ് നിരാഹാരം കിടക്കുന്നത്. എന്തുകൊണ്ട് ആ നിരാഹാര സമരം പിന്തുടരാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നു? അബദ്ധമായി പോയി ഇങ്ങനെ ഒരു സമരമെന്ന് തോന്നുന്നുണ്ടോ യൂത്ത് കോൺഗ്രസിന്? ഒരിക്കലുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരായുള്ള അതിരൂക്ഷമായ സമരവും LDF നടത്തിയിരുന്നു, SFI നടത്തിയിരുന്നു, DYFI നടത്തിയിരുന്നു. ആ സമരങ്ങളുടെ കൂടി മെറിറ്റിലാണ് കേരളത്തിൽ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നമുക്കുണ്ടായ ഒരു പൊതുധാരണ എന്താ? കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടായ ധാരണ എന്താണ്? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ഇവിടെ കോഴ വാങ്ങുന്നത് നിർത്തും, ഇത് കോഴയായി കണക്കാക്കും, മാനേജ്മെൻറ്റുകൾക്കെതിരെ കേസെടുക്കും. അപ്പോൾ നമുക്കൊക്കെ ഒരു ധാരണയുണ്ടായത് കേരളത്തിലൊരു ഗവൺമെൻറ് ഈ സ്വാശ്രയ കോളേജുകളിൽ നടക്കുന്ന ഈ കോഴയ്ക്ക് ഒരു അറുതി വരുത്താൻ പോകുന്നു, ഗവൺമെൻറ് ശക്തമായ നടപടിയെടുക്കാൻ പോകുന്നു, മാനേജ്മെൻറ്റുകളുടെ പുറംവാതിലുള്ള പണം വാങ്ങൽ നിൽക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ധാരണ പൊതുസമൂഹത്തിൻ്റെ മനസ്സിലുള്ളപ്പോഴാണ് ഈ മാനേജ്മെൻറ്റുകളുമായി ചേർന്നുകൊണ്ട് ഇതൊരു രഹസ്യമായി കരാറുണ്ടാക്കാൻ വേണ്ടി, ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസ്താവന മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ സ്വാശ്രയ കോളേജുമായി കരാറുണ്ടാക്കി. ഇവിടെ പറഞ്ഞ പോലെ 329 സീറ്റുകൾ UDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ BPL-ഉം SC/BC അടക്കമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 25,000 രൂപ ഫീസിൽ പഠിക്കാൻ കഴിഞ്ഞു. ഇന്നത് 429 എന്തുകൊണ്ടാണ് കൂടുതൽ മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് തയ്യാറായത്, കരാർ ഒപ്പിടാൻ തയ്യാറായത്? അല്ല, അവിടെ ശ്രീ RV രാജേഷ്, അതായത് ഈ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? പൂർണ്ണമായും മെറിറ്റിൽ മാത്രം അഡ്മിഷൻ, നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവേശനം നൽകുക എന്ന നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു സർക്കാർ. പിന്നീട് ഹൈക്കോടതി അതിൽ ഇടപെട്ടു. ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാനേജ്മെന്റുകൾക്ക് കൗൺസിലിംഗ് നടത്താം, പ്രവേശനം നടത്താം എന്ന നിലപാടിലേക്ക് പോയി. ഇന്ന് അമൃത കൽപ്പിത സർവകലാശാലയിലെ വിഷയത്തിലടക്കം സുപ്രീം കോടതിയിൽ പോലും സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ ഹാജരായിരുന്നു. അപ്പോൾ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇതായിരുന്നു നിലപാടെന്ന് പറയാൻ സാധിക്കില്ല. കോടതി കൂടി ഇടപെട്ടു. കോടതി ഇടപെട്ടപ്പോൾ മാനേജ്മെന്റുകളുമായി ധാരണയിലെത്തേണ്ട അവസ്ഥയുണ്ടായി. ഇന്ന് സുപ്രീം കോടതിയിൽ എന്താ സംസ്ഥാന സർക്കാർ ചെയ്തത്? പ്രവേശന നടപടികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി കോടതിയുടെ ഇടപെടൽ ആവശ്യമില്ല. അത് കേരളത്തിന് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വിദ്യാഭ്യാസ രംഗത്ത് ഈ കോളേജുകൾ പ്രശ്നമുണ്ടാകും എന്നുള്ള ഗവൺമെൻറ് സ്റ്റാൻഡ് മുഖേനയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ നിന്ന് പിന്നോക്കം പോയത്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. അതുകൊണ്ട് അത് കേരളത്തിലെ ഗവൺമെൻറ് വളരെ മാനേജ്മെൻറ്റുകൾ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഒരു കേസ് തോറ്റു കൊടുക്കുന്നതിന് തുല്യമായി ഗവൺമെൻറ് സ്റ്റാൻഡ് എടുത്തത്. പിന്നെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം, യൂത്ത് കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് സമരം നടത്തിയത്? കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കേരളത്തിലെ രക്ഷകർത്താക്കൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് സമരം ആരംഭിച്ചു. അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ഒരു സമരം 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് വന്നു. അവിടെ വളരെ സമാധാനപരമായ ഒരു മാർച്ചാണ് നടത്തിയത്. സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായില്ല. അതിൻ്റെ തലേദിവസം KSUവിൻ്റെ മാർച്ച് നടത്തി. ആ മാർച്ചിന് നേരെ വളരെ നിഷ്ഠൂരമായി പോലീസിൻ്റെ ലാത്തി ചാർജ് ഉണ്ടായി, ടിയർ ഗ്യാസ് ഷെല്ല് പ്രയോഗിച്ചു, വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായി തല്ലിച്ചതച്ചു. എന്നിട്ടും പിറ്റേ ദിവസം പ്രകോപനമുണ്ടായില്ല. യൂത്ത് കോൺഗ്രസ് സമാധാനപരമായി മാർച്ച് നടത്തി. അവിടെ ഓരോ മാർച്ചിന് വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും സെക്രട്ടേറിയറ്റ് മുന്നിൽ സമാധാനമായി ഇരുന്ന് പ്രതിഷേധിച്ചു. ആ മാർച്ച് കഴിഞ്ഞ് വന്ന പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരപന്തലിലേക്ക് വരുമ്പോൾ പോലീസ് അകാരണമായി ഈ പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. അവിടെ SFI-ക്കാർ മാർച്ചിന് നേരെ കല്ലേറ് നടത്തി. പോലീസ് അവരെ ഒന്നും ചെയ്തില്ല. ഈ സമരത്തിന് വന്ന അല്ലെങ്കിൽ ഈ പ്രതിഷേധിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെയാണ് പോലീസ് ആക്രമണം നടത്തിയത്. യൂത്ത് കോൺഗ്രസിന് നേരെയാണ് പോലീസ് അതിക്രമം നടത്തിയത്. അതിന്റെ പേരിലായിരുന്നു ഇന്ന് സാധാരണക്കാരെ കൂടി വലച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഹർത്താൽ നടത്തിയത്. അതിന്റെ ഉത്തരവാദിത്തം എന്തെന്ന് തീർച്ചയായും ശ്രീ സണ്ണി ജോസഫിനും പറയാൻ സാധിക്കും. ഞാൻ വളരെ പെട്ടെന്ന് തിരികെത്താം, ഒരു ഇടവേള കൂടി.